ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഞങ്ങൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും സംശയമുണ്ട് എവിടുന്നാണ് അത് എടുക്കുന്നത്. അപ്പം അത് കാണിച്ചാലാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. അടുത്താണ് വീഡിയോ എടുക്കൽ. അപ്പം ഞങ്ങൾ ആ ഭാഗത്താണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. പിന്നെ ഇതാ ഞങ്ങളെ വീട് ഇവിടെ എടുത്താട്ടോ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ അടുത്ത് കൂടി ഇതിൽ കൂടി കുറച്ച് പോകാനുള്ളൂ. ഇച്ചിരി വെള്ളം തോടൊക്കെ ചാടി കടന്നിട്ട് വേണം പോവാൻ. കാട് ഒക്കെ ഉണ്ട്, എന്നാലും നമുക്ക് സിമ്പിളായിട്ട് പോകാം. ഇവിടെ ഒരു വരമ്പ് പോലെ സ്ഥലം ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ നടക്കാൻ. അപ്പം അതിലാണ് ഞങ്ങൾ പോരുന്നത്. അപ്പോൾ ഇതിലൊരു അറക്കുണ്ട്. ഈ അറക്കം കൂടി ഇറങ്ങിയാൽ നമ്മുടെ സ്ഥലം എത്താനാവും. നല്ലൊരു അടിപൊളി വ്യൂ ആയ സ്ഥലമാണ് ഇത്. ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഒരുപാട് മീനുകളുണ്ട്. അപ്പം ഇത് കടന്നിട്ട് വേണം പോകാൻ. നല്ല അടിപൊളി കുഞ്ഞു കുഞ്ഞു മീനുകളാട്ടോ ഇതിലുള്ളത്. എന്നിട്ട് ഇതിങ്ങനെ ചാടി കടന്ന് പോകണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടി ഉള്ളൂ. അപ്പം നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. അവനിതാ മണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ ഒരു കുഞ്ഞി തോടുണ്ട് കേട്ടോ. ഓരോരുത്തർ കുറേ തോട്. അപ്പോൾ ഈ സ്ഥലമാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതാ അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോവാം, ആ പാടത്തേക്ക്. അപ്പോൾ ഇതാണ് ആ പാലം. കണ്ടോ, ഈ പാലം കടക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വീണ വെള്ളത്തിൽ കേൾക്കാരും. ഇതാ കണ്ടോ, ഇവിടെ തന്നെ അടുത്ത് തന്നെ ഒരു തോടുണ്ട് കേട്ടോ. കണ്ടോ, ഞങ്ങൾ യൂട്യൂബിലൊക്കെ കാണിച്ചു തരലുണ്ട് ഈ പാലം. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്ഥലം ഞങ്ങൾ പറഞ്ഞു. 2 1 3 2 1 ഗോ. ഇതാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം. ഇതാ കണ്ടോ, ഇതൊക്കെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ. ഇവിടെ കണ്ടോ ഒരു ചെറിയ തോടുണ്ട്. ഇവിടെ നല്ല അടിപൊളിയായ സ്ഥലമാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ആദ്യം പുല്ലൊന്നുമില്ല. ഇനി വേനൽക്കാലം പിന്നെ മഴ വന്ന് ഇവിടെ കുറേ പുല്ലുണ്ട് കേട്ടോ. ഈ പുല്ലിൻ്റെ അടിയിൽ കൂടെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ, ഇവിടെ കുഞ്ഞു ചാലുണ്ട്. ആ ചാലിലൊക്കെ പുല്ല് നിൽക്കണോണ്ട് ചാലാണെന്ന് കാണൂല, അപ്പോൾ വീഴാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി ഒരു ചെറിയ തോട് കാണാൻ പോകുന്നത് അടുത്ത സ്ഥലമായിട്ട്. അപ്പോൾ അവിടെയാണ് ചെറിയ തോടുള്ളത്. ഇതാ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നടന്ന് പോയാൽ നമുക്ക് കുറച്ചൊക്കെ ഒരു വലിയ തോടാണേ. അങ്ങോട്ട് പോവാം. അപ്പോൾ ഇവിടെ എല്ലായിടത്തും കാടൊക്കെ നിറഞ്ഞ് ആ മറ്റേ മഞ്ഞ കളർ പൂവ് ഇങ്ങനെ ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ മഞ്ഞ കളർ. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ കുറച്ചൊക്കെ ഒരു വലിയ തോട്. വലുതുമല്ല ചെറുതും അങ്ങനെ ഒരു തോട്. ഇതാ കണ്ടോ, കുറച്ച് ചെറിയൊരു കുണ്ടുള്ളൂ, അത്ര കുണ്ടൊന്നുമില്ല. ഇവിടെ ആളുകൾ തിരുമ്പാനൊക്കെ വരാറുണ്ട് കേട്ടോ. ഇതവിടെ കണ്ടോ, ഇതിലിങ്ങനെ പോയി ഒരുപാട് ദൂരം വരെ പോകട്ടോ. അവിടെയൊക്കെ അത് അവസാനിക്കില്ല, കുറേ പോയി. 2 ഭാഗത്തുമായിട്ട് തോടാണ്. അതിൻ്റെ നടുവിലൂടെ ഒരു ചെറിയൊരു വഴി കേട്ടോ. ഇതാ കണ്ടോ, ഇതിൽ കൂടെ ഇവിടെ ഇങ്ങനെ ഒരു ചാക്ക് കെട്ടിങ്ങാണ്ട് ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാക്ക് കെട്ടിക്കുന്നത്. കണ്ടോ, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരുപാട് കുളവും ചെറിയ മഴ പെയ്തിട്ട് കുണ്ടിലൊക്കെ കണ്ടോ വെള്ളം നിറഞ്ഞിക്കണ. ഇതാ കുണ്ടും കുഴിയൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞിക്കണ മഴ പെയ്തിട്ട്. എല്ലാ ഭാഗത്തും തോടായി കിടക്കുകയാണ്. പിന്നെ നല്ല ഇനി ഞങ്ങൾ വിഷു ആയാൽ കൊന്നപ്പൂ പറിക്കണ ഒരു മരമുണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാം. തന്നെയാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ വിഷുക്കാലത്തൊക്കെ എന്താ പൂക്കൾ കുറേ ഉണ്ടാവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആ മരമാണ് അത്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ വിഷു ആവുമ്പോൾ കൊന്ന പറിക്കണ മരം. ഇതും അപ്പോൾ ഒന്നുമില്ല, പക്ഷെ വിഷുക്കാലാവുമ്പോൾ കുറേ ഉണ്ടാവും. നിറച്ച് പൂക്കൾ ഇങ്ങനെ കൊല പോലെ നിൽക്കണ കാണാം. ഒരു അടിപൊളി സ്ഥലം കേട്ടോ ഈ ഒരു ഭാഗം. പിന്നെ അവിടെ കണ്ടോ, ഇവിടെ 2 പാലമുണ്ട്. ഒന്ന് അങ്ങോട്ട് കിടക്കാനും ഒന്ന് ഇങ്ങോട്ട് കിടക്കാനും ഉള്ള ഒരു പാലം.
ഇവിടെ ഇങ്ങനെ നോക്കിയാൽ നല്ല രസമാണ് കാണാൻ. ഞങ്ങൾ ആ ഭാഗത്തൊക്കെയാണ് വീഡിയോ എടുക്കാറ്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ, ഇങ്ങോട്ടും വരാറുണ്ട്. നല്ല ഒഴുക്കുണ്ട്. പിന്നെ അവിടെ അടിപൊളി വീട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് കൂടെ തന്നെ ഒരു കുഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.